ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വല്ലാണ്ട് അധികം വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പൊടി കിട്ടാൻ പാടില്ല. ചെറിയൊരു ഹാർഡായിട്ട് വേണം നമുക്ക് പൊടി കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ച് നോക്കാം. ഇതുപോലെ കുറച്ചൊന്ന് കുഴച്ചെടുത്തിട്ട് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഫുള്ളും കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാർഡായിട്ടുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തേതിൽ നല്ല കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് നമ്മൾ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടിൽ ബോൾസാക്കി എടുക്കാം. പത്തിരിക്കൊക്കെ ബോൾസാക്കി എടുക്കണ പോലെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാണ്ട് നൈസായിട്ട് പ്രസ് ചെയ്യരുത്, വല്ലാണ്ട് തിക്കായിട്ടും പ്രസ് ചെയ്ത് ഒരു മീഡിയം സൈസിൽ വേണം പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഇടാൻ പാടുള്ളൂ. എങ്കിലേ നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണത്. പിന്നെ ഇത് പ്രസ് ചെയ്തിട്ട് അധികം നേരം വെക്കരുത്. അപ്പോൾ പൂരി അങ്ങനെ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.